ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ സാധാരണ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഇതൊക്കെ കിട്ടുമ്പോൾ ഹൽവ ഉണ്ടാക്കാറുണ്ട് അല്ലേ? അതുപോലെ ഇന്ന് ഞാൻ കടയിൽ പോയപ്പോൾ ഒരു ലോക്കിയുടെ ഹൽവ എന്ന് പറയാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ലോക്കി കിട്ടുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ നേരത്തെയൊക്കെ വടക്കേന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാല് ലോക്കി കണ്ടു കഴിഞ്ഞാൽ അന്നേരെ ഹൽവ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ഞാൻ കടയിൽ പോയപ്പോ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ അന്നേരെ വാങ്ങിച്ച ലോക്കി കേട്ടോ. ഒരു ഹൽവ ഉണ്ടാക്കാൻ വേണ്ടതിന് അതെങ്ങനെ നിങ്ങൾ പലർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും, പലരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം. എന്നാൽ ഞാൻ എങ്ങനെയാ ലോക്കിയുടെ ഹൽവ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ലോക്കി എന്ന് പറഞ്ഞപ്പോ എന്താണെന്ന് അറിയാൻ മേലാത്തായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് നമ്മൾ സാധാരണ പച്ചക്കറി കടയിലൊക്കെ ഇപ്പം കണ്ടുവരുന്നതാണ് ലോക്കിയെ. ഇനി ഇതിന്റെ തൊലി കളയണം. ചെത്തിയോ എങ്ങനെയാലും നിങ്ങൾക്ക് കളയാം. തൊലി കളഞ്ഞു കഴിയുമ്പോൾ അതിന് മുകളിൽ ഒരു പശപ്പ് പോലെ ഉണ്ട്, ഒരു തെന്നല് പോലെ. അത് നല്ലതുപോലെ കഴുകി കളയണം. അത് ഞാൻ ഇതിന്റെ തൊലി മുഴുവൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ക്യാരറ്റ് ഒക്കെ ചിരണ്ടി എടുക്കത്തില്ല, അതുപോലെ തന്നെ എടുക്കേണ്ടതിന് വേണ്ടിയാണ്. അഥവാ ഒത്തിരി മൂത്ത് പോയതാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തെ കുരുവിന്റെ ഭാഗം കളയണം. തീരെ പിഞ്ചാണെന്ന് വരിയിൽ അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോ ഒരു എളുപ്പമാണ് എങ്കിലും അത് കളയാനേക്കാൾ അത് നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ലത്. അത് ഇതുപോലെ അങ്ങ് കളയണം. ഒരുപാട് അങ്ങ് കളയണ്ട, കാര്യം ഇത് പൊട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒത്തിരി കളയണ്ട. എല്ലാം ഇതേപോലെ ഒന്ന് അകത്തെ കളഞ്ഞെടുക്കാം. ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട്, എല്ലാമേ അകത്തെ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. ആ ഒരു ലോക്കി എടുത്തപ്പോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൽ കണ്ടോ, ഇങ്ങനെ പിഴിയാമെങ്കിൽ മുഴുവനും വെള്ളമാണ്, ഒത്തിരി വെള്ളാംശം ഉള്ളതാണ് ഈ ലോക്കി എന്ന് പറയുന്നത്. ഇതൊന്ന് പിഴിഞ്ഞിട്ട് വെള്ളം കളഞ്ഞെടുക്കണം. മുഴുവൻ വെള്ളവും കളയണ്ട, എങ്കിലും ഒരുപാട് വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ കൂടുതലും ഇത് പിഴിഞ്ഞെടുക്കാം. ഇതേപോലെ പിഴിയാം. തുണിയിലും അരിപ്പയിലും എങ്ങനെയാലും നിങ്ങൾക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇനി ഇതിനകത്ത് ഇനിയും ഉണ്ട് വെള്ളത്തിന്റെ അംശം, കണ്ടോ. മുഴുവനും നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടില്ല. പിന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ പിഴിഞ്ഞെടുത്തിരിക്കുന്നത് മുഴുവനും ആ ലോക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇളക്കി ഇതിന്റെ ആ വെള്ളത്തിന്റെ മയം ഉണ്ടല്ലോ ഇപ്പൊ കുറെ, ആ വെള്ളത്തിന്റെ മയം മുഴുവനും പറ്റിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഹൽവയ്ക്ക് വെള്ളത്തിന്റെ ഒരു ചൊവ വരും. ഇപ്പം വെള്ളം പറ്റുന്നത് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ നോൺ സ്റ്റിക്കിൽ ഇങ്ങനെ ഇളക്കുന്ന വഴിക്ക് അറിയാൻ പറ്റും വെള്ളമയം ഉണ്ടെങ്കിൽ. കുറച്ച് സമയം ഇതുപോലെ ഇളക്കണം കേട്ടോ. കണ്ടോ, ഇനിയും കുറച്ച് നെയ്യൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി വീണ്ടും ഇളക്കി ആ നെയ്മയത്തിൽ കിടന്നതൊന്ന് വഴന്ന് കിട്ടണം. ഇപ്പം വെള്ളം പറ്റിയതിന് ശേഷമാണല്ലോ വീണ്ടും നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്ത്. അപ്പൊ ഇങ്ങനെ ഇളക്കി ആ നെയ്യുടെ ഇതില് മുഴുവനും ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടും. ഇതിന് പ്രത്യേകിച്ച് ഒരു സ്മെല്ല് വരുവോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, വഴന്ന് കിട്ടുന്നതന്നെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കളറിന് വേണമെങ്കിൽ എന്തെങ്കിലും കൂടെ ചേർക്കാവുന്നതാണ്. നമ്മൾ ഇനി ഇതിനകത്ത് പാലൊഴിച്ചു കൊടുക്കും. അപ്പൊ പാലൊഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ ആവുമല്ലോ, ആ സമയത്ത് എന്തെങ്കിലും കളറിന് ചേർക്കാം. ഞാൻ കളറായിട്ട് ഒന്നും ചേർക്കുന്നില്ല, അല്പം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി കൂടെ ഇതിന്റെ കൂടെ ഒന്ന് ഇടാമെങ്കിൽ ഇപ്പൊ എല്ലാം കൂടി അതങ്ങ് മിക്സ് ആയിക്കോളും. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ഇപ്പൊ ഈ പാലിനകത്ത് ഇത് നല്ലതുപോലെ ഒന്ന് പറ്റി കിട്ടണം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയാണ്. ആ ഏലക്കാപ്പൊടി മസ്റ്റാ കേട്ടോ, അതുകൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് പാൽപ്പൊടി, ഒരു 1.5 സ്പൂൺ ഇട്ടേക്കാം കേട്ടോ. 1.5 സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കും. അതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഓപ്ഷനിലാണ് കേട്ടോ പാൽപ്പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞില്ല, കളർ വേണമെങ്കിൽ ചെയ്താൽ മതി. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനിയുമാണ് നമ്മൾ ഇതുവരെ ചേർക്കാഞ്ഞ കാര്യം, മധുരത്തിന് വേണ്ടി പഞ്ചസാര. അത് ഇത്രയും വെള്ളം പറ്റി ചേർന്നതിന് ശേഷം മാത്രമേ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാവൂ. വെള്ളം മുഴുവനും പറ്റണം. കുറച്ചൊക്കെ വെള്ളം മയം കാണും, അത് നമ്മൾ ഇനി ഇളക്കി പറ്റിച്ച് വെച്ചാൽ മതി. മധുരം അതിന് മുമ്പായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കല്ലേ. ആവശ്യത്തിനുള്ള മധുരം കൂടെ ചേർത്ത് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി അതിൽ ഞാൻ പറഞ്ഞല്ലോ, നോൺ സ്റ്റിക്കിന്റെ പാത്രം ആകുമ്പോൾ അറിയാം വെള്ളമയം പറ്റുന്നത്. നല്ലതുപോലെ ഇളക്കി അതിന്റെ വെള്ളം എല്ലാം ഒന്ന് പറ്റിച്ചെടുക്കണം. ഇപ്പൊ ഇതിലെ വെള്ളമയം ഒക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ അറിയാം വെള്ളത്തിന്റെ അംശം ഇല്ലാത്ത പോലെ. ഇപ്പൊ നെയ്യാണ് തെളിഞ്ഞു വരുന്നത്. മതി, ഇത്രയും മതി. ഇനി ഞാൻ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, ആ നെയ്യ് സഹിതം നമുക്ക് ഇതിലേക്ക് അതങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് നെയ്യ് ആയി എന്നുള്ളത് ഓർക്കണ്ട കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞ ക്യാരറ്റ് ഹൽവ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നവർ തീർച്ചയായിട്ടും ഈ ഹൽവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാര്യം അതിലും ടേസ്റ്റ് ഉള്ളതാണ് ഈ ലോക്കിയുടെ ഹൽവ. ഇതുകൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വാങ്ങിയെടുക്കാം.
ഇത്രയും മതിയേ. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. കണ്ട, നമ്മളിങ്ങനെ പറഞ്ഞു വന്നപ്പോ ഓരോന്നോരോന്ന് ചെയ്തു വന്നപ്പോ ഭയങ്കര താമസമായിട്ട് തോന്നിയെന്നേ ഉള്ളു കേട്ടോ. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.